ബ്രഹ്മദേവന്റെ വലത് മാറിടത്തിൽ നിന്നും ജന്മം കൊണ്ട് കാലങ്ങൾക്കിപ്പുറം എല്ലാവിധ സുഖങ്ങളുടെയും ദേവനായി മാറി. പിൽക്കാലത്ത് ദക്ഷപ്രജാപതിയുടെ 24 കന്യകകളെ വിവാഹം ചെയ്ത് അതിലുപരി ത്രിമൂർത്തികളിൽ ദ്വിതീയ സ്ഥാനം അലങ്കരിക്കുന്ന സ്ഥിതിയുടെ പാലകനായ മഹാവിഷ്ണു ഭഗവാന്റെ ഉറ്റ മിത്രവുമായി മാറി. അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളിലെല്ലാം തന്നെ വിഷ്ണു ഭഗവാനോട് കൂടി അവതരിക്കുന്ന ധർമ്മത്തിൻ്റെ ദേവനാകുന്ന ധർമ്മദേവൻ്റെയും യാദവകുല ശ്രേഷ്ഠനായ ശൂരസേനൻ്റെ പുത്രിയായ അതിലുപരി ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയും അതിനാൽ തന്നെ ഭഗവാന്റെ രക്തബന്ധത്തിൽ ജാതയായ സ്ത്രീരത്നവുമാകുന്ന കുന്തിഭോജനത്തിലെ മഹാരാജാവിൻ്റെ ദത്തുപുത്രിയുമായ കുന്തിദേവിയുടെയും പുത്രനായി പിറവി കൊണ്ട് ധർമ്മത്തിൻ്റെ ആൾരൂപമായി നിലകൊണ്ട ദിവ്യപുരുഷനാകുന്നു പാണ്ഡവരിലെ പ്രഥമ സ്ഥാനീയനും കുന്തിമാതാവിൻ്റെ ദ്വിതീയ സന്തതിയുമാകുന്ന യുധിഷ്ഠിരൻ. ലോകത്തിലെ ധാർമ്മികരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരുവനെന്ന് വ്യാസമഹാമുനി വിശേഷിപ്പിക്കുന്ന യുധിഷ്ഠിരൻ്റെ കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ ജന്മം കൊണ്ട് പിതാവല്ലെങ്കിലും കർമ്മം കൊണ്ട് പിതാവായ പാണ്ഡുവിൻ്റെ വിയോഗം സംഭവിക്കുകയുണ്ടായി. വനവാസത്തിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവകുമാരന്മാരും മാതാവായ കുന്തിയും തിരികെ ഭീഷ്മ പിതാമഹൻ്റെയും ഇളയ പിതാവായ വിതുരരുടെയും നിർദ്ദേശാർത്ഥം സ്വഗ്രഹമായ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. തങ്ങളുടെ പ്രിയ രാജാവായിരുന്ന പാണ്ഡുമഹാരാജാവിൻ്റെ വിയോഗം ശ്രവിച്ച് ദുഃഖിതരായി കഴിഞ്ഞിരുന്ന ഹസ്തിനാപുരി നിവാസികൾക്ക് കുന്തിദേവിയുടെയും പുത്രന്മാരുടെയും ആഗമനം വളരെ സന്തോഷമുളവാക്കി. സർവോപരി തങ്ങളുടെ യുവരാജാവിൻ്റെ ആഗമനം അവരെ ആവേശഭരിതരാക്കി. പാണ്ഡുമഹാരാജാവിൻ്റെ അടുത്ത അനന്തരാവകാശി അദ്ദേഹത്തിൻ്റെ പ്രഥമ സന്തതിയായ യുധിഷ്ഠിരകുമാരൻ തന്നെയാകുന്നു. മുനിശാപം നിമിത്തം രാജപദവി ധൃതരാഷ്ട്രരെ ഏൽപ്പിച്ചു. വനത്തിലേക്ക് പാണ്ഡു കുടുംബം ഗമിച്ചപ്പോൾ കാര്യനിർവഹണ രാജാവ് എന്ന പദവി മാത്രമേ ധൃതരാഷ്ട്ര മഹാരാജാവിന് ഉണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥ രാജാവ് അപ്പോഴും പാണ്ഡു തന്നെയായിരുന്നു. അതിനാൽ തന്നെ അടുത്ത യുവരാജാവ് യുധിഷ്ഠിരൻ തന്നെയാകുന്നു. അങ്ങനെ കുരുവംശകുമാരന്മാരുടെ അതായത് 101 കൗരവരുടെയും 4 പാണ്ഡുപുത്രന്മാരുടെയും ഏറ്റവും പ്രഥമ ജ്യേഷ്ഠ സഹോദരനായിരുന്നു യുധിഷ്ഠിരൻ. അങ്ങനെ കുന്തിയും പുത്രന്മാരും ഹസ്തിനാപുരിയിലേക്ക് തിരികെ വന്നത് അധികാരമോഹികളായിരുന്ന ഗാന്ധാരരാജനും അദ്ദേഹത്തിൻ്റെ സഹോദരീ പുത്രന്മാരാകുന്ന കുരുകുമാരന്മാർക്കും അതിൽ പ്രഥമ സ്ഥാനീയനായ ദുരാഗ്രഹിയായ ദുര്യോധനനും ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. അടുത്ത യുവരാജാവ് എന്ന ദിവാസ്വപ്നത്തിൽ മുഴുകിയിരുന്ന ദുര്യോധനൻ കുന്തിയുടെ പുത്രന്മാരുടെ തിരിച്ചുവരവ് ഇടുത്തി പോലെ ഭവിച്ചു എന്നത് പറയേണ്ടതില്ലല്ലോ. അടുത്തതായി ഏതു വിധേനയും അവരെ ഇല്ലാതാക്കണം എന്നൊരു ചിന്ത മാത്രം ശകുനിക്കും ദുര്യോധനനും കൂട്ടർക്കും ഉണ്ടായിരുന്നുള്ളൂ. അതിനായി അവർ പല പദ്ധതികളും തയ്യാറാക്കി. എന്നാൽ നിരപരാധികളായ അവരുടെ ജന്മപുണ്യമെന്നോളം അതിൽ നിന്നുമെല്ലാം അവർ രക്ഷപ്പെട്ടു. അങ്ങനെയിരിക്കും കാലത്ത് 105 കുരുകുമാരന്മാർക്കും ഗുരുകുലവാസം അനുഷ്ഠിക്കുകയും ഗുരുദ്രോണരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അതിവിശിഷ്ടരായ അസ്ത്രശസ്ത്രജ്ഞരായി മാറുകയും ചെയ്തു. അങ്ങനെ ഗുരുകുലവാസം എല്ലാം തന്നെ പൂർത്തിയാക്കി യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന ആവശ്യം ഹസ്തിനാപുരിയുടെ സർവ്വസൈന്യാധിപനും രാജാവിനെ പോലും തൻ്റെ ആജ്ഞയ്ക്ക് മുൻപിൽ വെറുമൊരു സേവകൻ എന്നോളം നിർത്തുവാൻ അധികാരമുള്ള സാക്ഷാൽ ഭീഷ്മ പിതാമഹൻ അവതരിപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ധൃതരാഷ്ട്ര മഹാരാജാവിന് പിതാമഹൻ്റെ ആജ്ഞ ശിരസ വഹിക്കേണ്ടതായി വന്നു. യുധിഷ്ഠിരൻ്റെ യുവരാജ പട്ടാഭിഷേകം ഒരു ഉത്സവം എന്നോളം ഹസ്തിനാപുരി മഹാരാജ്യം കൊണ്ടാടി. ഈ ഉത്സവം ദുര്യോധനനും ശകുനിക്കും എത്രത്തോളം അരോചകമായിരുന്നുവെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ കുന്തിയും പുത്രന്മാരും ഇല്ലാതാകണമെന്നുള്ള തങ്ങളുടെ തീരുമാനം ശക്തിപ്പെടുത്തി. അതിനായി അഹോരാത്രം പ്രയത്നിച്ചു. അങ്ങനെ അവസാനം അരക്കില്ലം നിർമ്മിച്ച് പാണ്ഡുപുത്രന്മാരെയും കുന്തിയെയും ഇല്ലാതാക്കാനുള്ള ചതി തയ്യാറാക്കി.
അത് പ്രകാരം അവർ ഏവരും ക്ഷണദൂരം അകലെയുള്ള ക്ഷേത്രദർശനത്തിനായി പുറപ്പെട്ട കാലത്ത് യുവരാജാവായിരുന്ന യുധിഷ്ഠിരനും സഹോദരങ്ങളും മാതാവും സ്നാനകർമ്മത്തിലും ശയനത്തിനുമായി ഒരു കൊട്ടാരം നിർമ്മിച്ചു. അത് നിർമ്മിക്കാൻ മുൻകൈ എടുത്തത് ശകുനിയും പരിവാരങ്ങളുമായിരുന്നു. മൃഗമാംസവും വൃക്ഷക്കറിയും എന്നിവയെല്ലാം ചേർത്ത് ഒരു ഭവനം നിർമ്മിക്കുകയും അവിടെ അവർ വസിക്കുകയും ആ അരക്ക് കൊണ്ട് നിർമ്മിച്ച ഭവനത്തിന് അഗ്നി പകരുകയും, എന്നാൽ ശകുനിയുടെ പ്രവർത്തനത്തിൽ എന്തോ ഒരു കുഴപ്പം തോന്നിയ വിതുരർ അപകട സൂചന അറിഞ്ഞു. ആ വിവരം ഉടനെ തന്നെ അറിയിച്ചു കൊണ്ടൊരു സന്ദേശം യുധിഷ്ഠിരനെ അറിയിക്കുകയും ചെയ്തു. അതുപ്രകാരം ഏവരും അഗ്നിക്കിരയാകാതെ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾ അജ്ഞാതവാസത്തിൽ കഴിഞ്ഞു. പാണ്ഡവരും കുന്തിമാതാവും അഗ്നിക്കിരയാക്കപ്പെട്ടതുകൊണ്ട് യുവരാജാവും സഹോദരങ്ങളും മാതാവും മൃതിയടഞ്ഞു എന്ന സന്തോഷത്തിൽ ഹസ്തിനാപുരിയുടെ യുവരാജാവായി ദുര്യോധനനെ അഭിഷേകം ചെയ്തു. അങ്ങനെ കഴിയും കാലം പാഞ്ചാലി സ്വയംവരമെല്ലാം കഴിഞ്ഞ് പഞ്ചപാണ്ഡവർ പാഞ്ചാലിയെ വരിക്കുകയും ഏവരും ചേർന്ന് ഹസ്തിനാപുരിയിലേക്ക് വരികയും രാജ്യവിഭജനം നടത്തുകയും പിൽക്കാലത്ത് യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മഹാരാജാവായി വാഴുകയും ആ സമയത്ത് അദ്ദേഹം ദേവകി എന്നൊരു രാജകുമാരിയെയും കൂടാതെ മറ്റനവധി രാജകന്യകകളെയും വിവാഹം ചെയ്യുകയും ചെയ്തു. അവരിലും പാഞ്ചാലിയിലും ധാരാളം പുത്രന്മാരും പുത്രികളും പിറവികൊണ്ടു. സുദാനു, പ്രതിവിന്ധ്യൻ, യൗധേയൻ എന്നിങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിന്റെ സന്തതികൾ. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും കാലം ശകുനിയുടെയും ദുര്യോധനന്റെയും ചതി നിറഞ്ഞ ചൂതിൽ തോറ്റ് രാജ്യവും സമ്പത്ത് നഷ്ടമായി. ശേഷം വനവാസവും അജ്ഞാതവാസവും അവയെല്ലാം കഴിഞ്ഞ് തിരികെ ഹസ്തിനാപുരിയിലേക്ക് എത്തി. മഹാഭാരത യുദ്ധത്തിന് നേതൃത്വം നൽകി. യുദ്ധത്തിൽ ധാരാളം യോദ്ധാക്കളെ കുന്തം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധത്തിൽ പ്രഗത്ഭനായിരുന്ന ധർമ്മപുത്രർ വധിച്ചു. കുരുക്ഷേത്രത്തിൽ യുധിഷ്ഠിരപക്ഷം വിജയിക്കുകയും ഹസ്തിനാപുരിയുടെ ചക്രവർത്തി സാമ്രാട്ടായി 35 വർഷം ഭരിക്കുകയും ചെയ്തു. പിന്നീട് വ്യാസമഹർഷിയുടെ ഉപദേശാർത്ഥം പാണ്ഡവരും പാഞ്ചാലിയും വാനപ്രസ്ഥം സ്വീകരിക്കുകയും രാജ്യം അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത്തിന് നൽകിക്കൊണ്ട് പുറപ്പെടുകയും ചെയ്തു. മാർഗത്തിൽ ധർമ്മപത്നിയായ പാഞ്ചാലി തുടങ്ങി ഭീമസേനൻ വരെ മരിച്ചു വീണു. എന്നാൽ ധർമ്മജ്ഞനായ യുധിഷ്ഠിരൻ അതിൽ തെല്ലും കുലുങ്ങാതെ ദുഃഖിക്കാതെ മുൻപോട്ട് നീങ്ങി. സ്വർഗാരോഹിണി പർവ്വതം എത്തിയപ്പോഴേക്കും ദേവരാജൻ ഇന്ദ്രനും യുധിഷ്ഠിരന്റെ പിതാവായ ധർമ്മദേവനും ഒരു സ്വർഗീയ രഥത്തിൽ യുധിഷ്ഠിരന് സമക്ഷം വരികയും ഉടലോടെ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു.